ആദായനികുതി വകുപ്പ് റെയ്ഡിനിടെ ബംഗളൂരുവിൽ ജീവനൊടുക്കിയ കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ റോയി സിജിയുടെ സംസ്കാരം ഇന്നാണ്. ബെന്നാർഘട്ടയിലെ റിസോർട്ടിൽ വൈകിട്ടാണ് സംസ്കാരം. അന്വേഷണത്തിന്റെ ചില വിവരങ്ങൾ നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ചോദ്യം ചെയ്യൽ ഉണ്ടായിട്ടില്ല. അതായത് IT-യുടെ ഒരു ചോദ്യം ചെയ്യൽ 1 മണിക്കൂർ ചോദ്യം ചെയ്തു എന്ന തരത്തിലുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. പക്ഷേ ആ തരത്തിലൊരു ചോദ്യം ചെയ്യൽ ഉണ്ടായിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഇന്നലെയാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുന്നത്. ആ സംഘത്തിന്റെ ഒരു ആദ്യ വിവരമായി പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് തൊട്ടു മുമ്പ്, അതായത് മരണത്തിന് തൊട്ടു മുമ്പ് ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ഡോക്ടർ റോയ് സിജിയെ ചോദ്യം ചെയ്തിട്ടില്ല എന്ന ഒരു കാര്യം പോലീസ് സംഘത്തിൽ നിന്നും ലഭിക്കുന്നു. അത്തരത്തിലുള്ള വിവരങ്ങൾ ആദായനികുതി വകുപ്പിന്റെ ഉദ്യോഗസ്ഥരുമായി തർക്കമുണ്ടായതായും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം പോലീസ് സംഘത്തിന്റെ പ്രാഥമിക നിഗമനമായി എന്തായാലും പറയുന്നു. ദൃശ്യങ്ങളിൽ നിന്ന്, അതായത് ഈ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ആസ്ഥാനത്ത് നിന്നും ലഭിച്ച ദൃശ്യങ്ങളിൽ നിന്നാണ് CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് ഇക്കാര്യം വ്യക്തമായത് എന്നാണ് പോലീസ് പറയുന്നത്. വെള്ളിയാഴ്ച റെയ്ഡ് ഉണ്ടായില്ല എന്ന കാര്യവും, അതായത് IT വകുപ്പ് നേരത്തെ പറഞ്ഞിരുന്നൊരു കാര്യം, വെള്ളിയാഴ്ച റെയ്ഡ് ഉണ്ടായിരുന്നില്ല. നേരത്തെ നടന്ന റെയ്ഡിൽ പിടിച്ചെടുത്ത ചില രേഖകൾ അവിടെ ഒരു മുറിക്കകത്തിട്ട് പൂട്ടി സീൽ ചെയ്തിരുന്നു. ആ രേഖകൾ പരിശോധിക്കുക മാത്രമാണ് ചെയ്തത് എന്നൊരു കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു കാര്യത്തിലേക്കും പോലീസ് ആ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നു. അതായത് IT റെയ്ഡ് അന്ന് വെള്ളിയാഴ്ച അവിടെ ഉണ്ടായിരുന്നില്ല എന്നൊരു കാര്യത്തിലേക്ക് കൂടി എത്തുന്നു. രേഖകളുമായി ബന്ധപ്പെട്ട ചില നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുക എന്നത് മാത്രമായിരുന്നു ഈ വെള്ളിയാഴ്ച IT ഉദ്യോഗസ്ഥർ ചെയ്തിരുന്നത് എന്ന കാര്യവും എന്തായാലും നിലവിൽ പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അതായത് IT ഉദ്യോഗസ്ഥരെ കാണാം, അതായത് കോൺഫറൻസ് റൂമിൽ IT ഉദ്യോഗസ്ഥരെ കാണാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം സ്വന്തം മുറിയിലേക്ക് പോകുന്നത്. ആ മുറിയിലേക്ക് എത്തിയതിനു ശേഷമാണ് ഈ ഒരു വിപരീതം, അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഒരു വളരെ മോശം തീരുമാനം അദ്ദേഹം എടുത്തത് എന്നുള്ളതാണ് എന്തായാലും പറയുന്നത്. ആ രീതിയിലുള്ള ചില വിശദാംശങ്ങൾ, അന്വേഷണ സംഘത്തിൽ നിന്നുള്ള ചില വിശദാംശങ്ങൾ ഈ പറഞ്ഞ ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ്, IT ഉദ്യോഗസ്ഥരാണ് ഈ ഒരു റെയ്ഡ് നടത്തിയത്, അല്ലെങ്കിൽ റെയ്ഡിന് നേതൃത്വം നൽകിയത്. അവരിൽ നിന്നും അവരുടെ IT ജീവനക്കാരിൽ ഉദ്യോഗസ്ഥരിൽ നിന്നുമെല്ലാം പോലീസ് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നൊരു വളരെ സുപ്രധാനമായ വിവരവും പുറത്തു വരുന്നുണ്ട്. ഇതാണ് അന്വേഷണവുമായി ബന്ധപ്പെട്ട നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്.